അടുത്ത നമ്മൾ വെയിറ്റ് ചെയ്യണം. എമ്പുരാൻ 3 ഒരു മികച്ച സിനിമ. ഇതെല്ലാരും തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കുക, അത്രയേ ഉള്ളൂ പറയാൻ. നല്ല മികച്ച സിനിമ. ഇത്രയും ഒരു ടെക്നിക്കലായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ ഒരു അത്ഭുതം തന്നെയാണ്. അതെല്ലാരും സ്വീകരിക്കുക, കാണുക, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതിന്റെ ഒരു രാഷ്ട്രീയമൊക്കെ ഭയങ്കര ചർച്ചാവിഷയം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താ പറയാനുള്ളത്? എന്തൊക്കെ ആവശ്യമുണ്ടോ? അതോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അതൊരു സിനിമയായിട്ട് തന്നെ കണ്ടാൽ സിനിമയായിട്ട് കാണാം, കൊമേഴ്ഷ്യലായിട്ട് കണ്ടാൽ മതി, അല്ലാതെ മറ്റുള്ള തലത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പടം 200 കോടി ആവാൻ പോവാണ് ആവശ്യമൊക്കെ. കൊള്ളാം. പുറത്ത് പറഞ്ഞതിനേക്കാളും പ്രതീക്ഷിച്ചേക്കാളും വന്ന് കണ്ടപ്പോ കൊള്ളാം, പ്രശ്നമൊന്നുമില്ല. എന്റെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു അതിന്റെ മേക്കിംഗ് അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് പേർക്ക് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഫാമിലി നല്ല എൻജോയ് ചെയ്തു. രാഷ്ട്രീയമൊക്കെ സിനിമയുടെ രാഷ്ട്രീയം ഭയങ്കര ചർച്ചയാവുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ ചോദിക്കേണ്ട കാരണം ഇവിടെ നടക്കുന്ന എന്തെല്ലാം നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഉണ്ട്. അതിനെ സിനിമയായിട്ട് കാണുക, അതിന് എൻജോയ്മെന്റ് ആയിട്ട് കാണുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിരാജിന് ശരിക്കും നല്ലൊരു താങ്ക്സ് പറയണം. അത്രയും നല്ല ഡെഡിക്കേഷൻ. കുഴപ്പമില്ല. ലൂസിഫറിനേക്കാള് വേറെ എന്തൊക്കെ പ്രതീക്ഷിച്ചു. മോഹൻലാലും മഞ്ജു വാര്യരൊക്കെ സൂപ്പറായിരുന്നു. മോഹൻലാല് കുഴപ്പമില്ല. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. വേൾഡ് സിനിമയോട് ഇവിടെ നിൽക്കുന്ന ഒരു സിനിമ. എന്തൊക്കെ രാഷ്ട്രീയം ഒരുപാട് ചർച്ചയാവുന്നുണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ? അതോ സിനിമ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ലൂസിഫറിന്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. BGM വൈസും സ്റ്റോറി വൈസും കുറച്ച് താഴെ പോയിട്ടുണ്ട്. പക്ഷെ മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. കാണാം. എന്തായാലും മസ്റ്റ് വാച്ചാണ്. പക്ഷെ ലൂസിഫറിന് ഒരുപാട് ചർച്ചയാവുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും സീനൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം തോന്നി? ഇല്ല, ഒന്നുമില്ല, അങ്ങനെ തോന്നുന്നില്ല. എല്ലാം കാണാൻ സീൻ അങ്ങനെ 200 കോടി അടിക്കാൻ പോവാണ് സിനിമ. അതിനൊക്കെ വൃത്തിയാണ്. കിടില സിനിമ പറഞ്ഞറിയാൻ പറ്റൂല, കണ്ടാലാണ് കിടില. ഈ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? ഒരു പ്രതീക്ഷയ്ക്കൊത്ത് വന്നോ അതോ എങ്ങനെയാണ്? നല്ല പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ആരെയും ഒരുപാട് ഇഷ്ടമായത് ഇതില്? മഞ്ജു ഒരു സൂപ്പർ ആയിട്ടുണ്ടായി. ഇതെന്താ പറയാ? പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? പടം ഇപ്പൊ 200 കോടി ആവാറായിരിക്കാം, നേടാറായിരിക്കാം. എന്താ പറയാ? നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ബിലോ ആവറേജ്, നോട്ട് എക്സ്പെക്ടഡ്. എക്സ്പെക്ടഡ് ലൈനിലൊന്നും വന്നിട്ടില്ല, ആവശ്യമില്ലാത്ത ഇഷ്യൂസ്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ടു ബി ഫ്രാങ്ക്, കൊള്ളായിരുന്നു. കട്ടൊന്നും ചെയ്തിട്ടില്ല. കൊള്ളായിരുന്നു. കട്ടേണ്ട ആവശ്യമുണ്ടോ? കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതൊന്നും കണ്ടില്ല. കൊള്ളാം. എന്താ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്? നല്ല പാട്ടും എല്ലാം കൊള്ളാം. മേക്കിങ്ങും ക്യാമറ വർക്കും BGM ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എല്ലാം കൊള്ളാം. നല്ല മൂവി, ഇഷ്ടപ്പെട്ടു. നല്ല മൂവി, എടുത്ത് പറയാനുള്ള നല്ല ഡയറക്ഷൻ ആയിരുന്നു, നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് മൂവി. ഇതിപ്പോ നാളെ തൊട്ട് ഒരുപാട് കട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയ? അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. ആ മൂവി സെൻസിൽ എടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതെ, ആ സിനിമയിൽ നോക്കിയാൽ മതി. തരംകേടില്ല. മോഹൻലാലും മഞ്ജു വാര്യരൊക്കെ പൊളിച്ചു, അടിച്ചു പൊളിച്ചു.